എല്ലാവർക്കും നമസ്കാരം. കുറേ ദിവസമായി ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ നടക്കാറില്ല. ഇന്നിപ്പോൾ കുറേ ദിവസത്തിന് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, ആരും ചിരിക്കരുത്, ഉറക്കത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഉറക്കം എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്, എല്ലാവരും ആസ്വദിക്കുന്ന ഒരു കാര്യമാണ്. ഉറക്കം മതിയായി എന്നാരും പറയാറുമില്ല. അപ്പോൾ എന്താണ് ഈ ഉറക്കത്തിൽ ഇത്ര സന്തോഷം അല്ലെങ്കിൽ സുഖം എന്നുള്ളത് അല്ലേ? ഞാൻ മുമ്പിലത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ എല്ലാ ജീവനും കൊതിക്കുന്നത് ശാശ്വതമായിട്ടുള്ളൊരു സുഖം, ശാശ്വതമായിട്ടുള്ളൊരു സെക്യൂരിറ്റി, ഇതൊക്കെ ആഗ്രഹിച്ചാണ് ഓരോ ജീവനും ഈ ലോകത്തുള്ളത്. അപ്പം ഓരോന്നിലും നമ്മൾ പോയി നോക്കുകയാണ്, ഇതിൽ സുഖമുണ്ടോ അതിൽ സുഖമുണ്ടോ എന്ന്. അങ്ങനെ നോക്കി 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 ഒന്നിലും നമുക്ക് ശാശ്വതമായിട്ട് കിട്ടുന്നില്ല എന്ന് മനസ്സിലാവണമുണ്ട്. പക്ഷെ ഉറക്കത്തിൻ്റെ സമയത്ത് ഇവിടെ ഒരു ലോകമുണ്ടെന്നോ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ശരീരമുണ്ടെന്നോ എനിക്കിങ്ങനെ 5 സെൻസസ് ഉണ്ടെന്നോ ഒന്നും ഞാൻ ഓർക്കണില്ല. ഞാൻ മാത്രമല്ല, നിങ്ങളും ഓർക്കണില്ല. പക്ഷേ ഇപ്പം നമുക്ക് കേൾക്കുന്നതാണ് സുഖം തരുന്നത്, അല്ലെങ്കിൽ കാണുന്നതാണ് സുഖം തരുന്നത്, അല്ലെങ്കിൽ സ്പർശിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴാണ് നമ്മൾ ആ സ്വാദാണ് നമുക്ക് സുഖം തരുന്നതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഈ സെൻസസ് ഒന്നുമില്ല. ഇതൊന്നുമില്ലെങ്കിലും നമുക്ക് ശാശ്വതമായിട്ട് ആ ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ഭയങ്കര സുഖം കിട്ടുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് എവിടെ നിന്നാണ് അതിൻ്റെ ഉദ്ഭവം എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ അതെന്ന് പറയുന്നത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപനായ ഭഗവാനിലേക്ക് നമ്മൾ തിരിച്ചെത്തുകയാണ്. അപ്പോൾ അവിടെയാണ് ഭഗവാന്റെ ഒരു കമ്പാഷൻ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാ ജീവജാലങ്ങളെയും, അത് നല്ലവനെന്നോ ചീത്ത ആളെന്നോ ദുഷ്ടനെന്നോ നല്ലവനെന്നോ അല്ലെങ്കിൽ പാപിയെന്നോ പുണ്യം ചെയ്ത ആളെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഉറങ്ങുന്ന സമയത്ത് എല്ലാ ജീവനും ഒരുപോലെ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. അതാണ് ആത്മസുഖം എന്ന് പറയുന്നത്. ആ ആത്മാനുഭവം നമുക്കപ്പോൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ സെൻസസ് ഒന്നുമില്ലെങ്കിലും ആ സുഖം അനുഭവിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ചില ആളുകളൊക്കെ നമ്മൾ അലാറം വെച്ച് കിടക്കുമ്പോൾ ചിലപ്പോൾ സമയം 5 മണിക്ക് വെച്ച അലാറം കേൾക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പക്ഷേ നമ്മൾ എണീക്കുകയാണ്, ഒരു 3 മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് നോക്കുമ്പോൾ എനിക്ക് ഇനി സമയമുണ്ട് 2 മണിക്കൂറെന്ന് തോന്നുമ്പോൾ നമുക്ക് എന്തൊരു സന്തോഷമാണ് അതല്ലേ. അപ്പം അങ്ങനെയൊക്കെ റിലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലേ നമുക്ക്? അങ്ങനെയൊക്കെ നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സുഖം എന്ന് പറയുന്നത് ഭഗവാൻ നമുക്ക് അറിഞ്ഞ് തന്നിരിക്കുന്ന, ഈശ്വരൻ നമ്മളെ തിരിച്ച് ഭഗവാന്റെ മടിയിലേക്ക് കൊണ്ടുപോവുകയാണ് നമ്മളെല്ലാവരെയും. ആ ഒരു സന്തോഷമാണ് നമുക്ക് ആ സുഖത്തിൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ആ ഉറക്കത്തിൽ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത്. അപ്പം ഉറക്കം എന്ന് പറയുന്നത് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിരിക്കുന്ന ഒരു ഇതാണ്. കാരണം ആ സമയത്ത് നമ്മൾ ഈശ്വരാനുഭവം നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ഇതേ സംഭവം നമുക്ക് ജാഗ്രതയിലും ഉണ്ടാവാൻ വേണ്ടിയായിരിക്കണം ഈ മനുഷ്യജന്മത്തിൽ നമ്മൾ പ്രയത്നിക്കേണ്ടത്. ഉറക്കത്തിൽ നമുക്കത് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിഞ്ഞുകൊണ്ടല്ല. നേരെ മറിച്ച് ജാഗ്രതയിലും നമ്മൾ സുഷുപ്തിയിൽ അനുഭവിക്കുന്ന അതേ സുഖം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, അത് നേടാനാണ് ഈ മനുഷ്യജന്മം കൊണ്ട് നമ്മൾ പ്രയത്നിക്കേണ്ടത്. അപ്പോൾ ഇത്രയുള്ളൂ ഒന്ന് പറയാൻ കേട്ടോ.